കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ നടത്തിയ പത്രസമ്മേളനത്തിനിടെ KSUവിനെതിരെ ഒരു സംസാരം ഉണ്ടായി. അതായത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യമായിരുന്നു. കാരണം ഗവൺമെന്റ് പ്ലീഡറെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ പറഞ്ഞത് KSUവിനൊന്നും ഇതിലൊന്നും യാതൊരു പ്രാധാന്യമില്ല, അല്ലെങ്കിൽ യാതൊരു പങ്കുമില്ല. പിന്നെ ഗവൺമെന്റ് ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയൊന്നുമല്ല ഈ ഇവരെ നിയമിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അതിലൊന്നും ഒരു പങ്കുമില്ല എന്ന് പറയുമ്പോഴും അത് അവരുടെ ഒരു പരിഗണന കൂടി, അല്ലെങ്കിൽ അവരെയും കൂടി പരിഗണിക്കേണ്ടതല്ലേ, അവരെയും കൂടി കേൾക്കേണ്ടതല്ലേ? കാരണം എതിർ പാർട്ടിയിലെ, അതായത് SFIയിലോ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു വന്ന ആൾക്കാരെ, ABVPയിലൊക്കെ പ്രവർത്തിച്ചു വന്ന ആൾക്കാരെ അവരുടെ ലിസ്റ്റിൽ, ഗവൺമെന്റ് പ്ലീഡർ ആക്കാനുള്ള ലിസ്റ്റിൽ പെടുത്തുക എന്ന് പറയുമ്പോൾ തന്നെ അത് KSUവിനെ സ്വാഭാവികമായിട്ടും ഒരു എതിർപ്പുണ്ടാവുന്നതാണ്. അത് KSU പ്രകടിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ KSU എന്നൊന്നും ഇതിലൊരു പങ്കുമില്ല എന്ന് നേരിട്ട് പറയുന്ന നേരം അത് ഒരു നല്ലൊരു ഉത്തരവാണെന്ന് തോന്നുന്നില്ല ആർക്കും. പക്ഷെ അതിന് കണ്ട് ആ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം തന്നെ കേരളത്തിലെ KSU നേതാക്കൾ, നേരത്തെ KSU അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ KSU വഴി പ്രവർത്തിച്ചു വന്ന അവർക്കറിയാം ആ കാലഘട്ടം KSU വന്ന് സമരം ചെയ്ത കാര്യങ്ങളും അടികൊണ്ടതോ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മ വരും. അത് പലരും അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തുടങ്ങുകയും ചെയ്തു. പല KSU നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും അതുകൊണ്ട് ഇങ്ങനെ ഇതിലൊരു നേതാവ്, പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന് പറയുമ്പോൾ ജിൻഡോ ജോണിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതായത് അത് നമ്മളെ ഫേസ്ബുക്ക് പോസ്റ്റ്, അത് നമ്മൾ നോക്കുമ്പോൾ അതിൽ പറയുന്നത് വ്യക്തമായിട്ട് ED സതീശന് എതിരായിട്ട് എന്നുള്ള സൂചനയിലാണ് പറയുന്നത്. കാരണം പറയുന്നത് ഇതാണ്: വന്ന വഴികളും കൈപിടിച്ച മനുഷ്യരും വെറും ചവിട്ടുപടികൾ മാത്രമാണെന്നാണ് പറയുന്നത്. പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്നത് രാജശീലങ്ങളാണല്ലോ എന്നും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശൻ ഈ ഒരു രീതി, രാജാവിനേക്കാൾ വലിയ രാജഭക്തരും കൊട്ടാരം വിദൂഷകരും പ്രീതി പറ്റുന്നതിനായി വാഴ്ത്തുക്കൾ പാടിക്കൊണ്ടിരിക്കുന്നു പറയുന്നു. രാജാക്കന്മാർ മാറി വന്നാലും രാജാധികാര രീതികൾ തുടരുകയാണ്. കാരണം നമ്മൾ 10 വർഷക്കാലം നമ്മൾ കണ്ടതാണ് പിണറായി വിജയന്റെ ഭരണം. അത് അധികാരം, ധാർഷ്ട്യം, അങ്ങനെയുള്ളൊരു രീതിയാണ് എല്ലാവർക്കും ആ ഒരു അഭിപ്രായമായിരുന്നു. അങ്ങനെ അവർ ഭരണത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. ഇത് തന്നെ ആവർത്തിക്കാനാണോ VD സതീശൻ വീണ്ടും വന്നിരിക്കുന്നത്? അല്ലെ അര പിണറായി എന്ന് പറഞ്ഞിരുന്ന VD സതീശൻ ഇപ്പൊ മുക്കാൽ പിണറായി ആയി എന്നുള്ള രീതിയിലാണ് വന്നത്. ഇനി അധികം കഴിയാതെ തന്നെ അത് മുഴുവൻ പിണറായി ആവാനുള്ള സാധ്യതയിലേക്കല്ലേ പോകുന്നത്? അല്ല, 2 വർഷം കഴിയുമ്പോൾ പിണറായി വിജയന്റെ അതേ ശൈലിയിലേക്ക് വരുമെന്നാണ് LDFിൽ പലരും പറഞ്ഞു, അല്ലെങ്കിൽ CPMൽ തന്നെ പലരും പറഞ്ഞു. പിണറായി വിജയൻ ഒരു ഏകാധിപതിയാണെന്ന് നിങ്ങളെല്ലാം സംസാരിക്കുമ്പോഴും VD സതീശൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അദ്ദേഹവും ഒരു ഏകാധിപതി തന്നെയായിരിക്കും, ഏകാധിപത്യ ശൈലിയായിരിക്കും. അതൊക്കെ ഒരു പരിധിവരെ ശരിയാണ് എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴല്ല, KSU ഇതിനു മുൻപ് തന്നെ തിരുവനന്തപുരം ലോ കോളേജ് കമ്മിറ്റി അടക്കം KSUവിന്റെ ലോ കോളേജ് കമ്മിറ്റി അടക്കം അവരവരുടെ അഭിപ്രായം വ്യക്തമാക്കിയിരുന്നു. SFI അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയുമായി താല്പര്യമുള്ള UDF അനുഭാവികൾ അല്ലാത്തവർ എന്തിനാണ് പ്ലീഡറായൊക്കെ നിയമിക്കുന്നത് എന്ന് പറഞ്ഞ് സംസാരമുണ്ടാവുകയും കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ KSUവിന്റെ കമ്മിറ്റിക്ക് എന്ത് കാര്യമാണ് ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അകത്ത് ഒരു വസ്തുത, KSUവിന്റെ കമ്മിറ്റിക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം ലോ കോളേജിന്റെ KSUവിന്റെ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ KSUവിന്റെ കമ്മിറ്റിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഗവൺമെന്റ് പ്ലീഡറെ നിയമിക്കുന്നതിൽ. അത് ഞാൻ അംഗീകരിക്കുന്നു. മറുവശത്ത് ഒരു ചോദ്യമുണ്ട്. KSU എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഭാഗമല്ലേ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന അല്ലേ KSU എന്നൊരു ചോദ്യമുണ്ട്. 10 വർഷം പ്രതിപക്ഷത്തിരുന്നപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനും മറ്റ് MLA-മാരും സഭയിൽ കാണിച്ച മിടുക്കുകൊണ്ട് മാത്രമല്ല അവർ അധികാരത്തിലേക്ക് വന്നത് എന്നവർ ആദ്യം മനസ്സിലാക്കണം. അടികൊണ്ട KSUവിന്റെ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും വിദ്യാർത്ഥികളടക്കം പ്രവർത്തകർ അടക്കം പരിശ്രമിച്ചതിന്റെ ഫലമായിട്ട് കൂടിയാണ് 10 വർഷത്തിന് ശേഷം UDF അധികാരത്തിലേക്ക് എത്തുന്നത്. അല്ലാതെ സഭയിൽ പോയി MLA-മാരും പ്രതിപക്ഷ നേതാവും കൂടി കാഴ്ചവെച്ച പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലല്ല. മറുവശത്ത് CPM വലിയൊരു പരാജയമായിരുന്നു. 10 വർഷക്കാലമായിട്ട് പിണറായി താഴെ ഇറക്കാനും അതിനെതിരെ സമരം ചെയ്യാനും ഓരോ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനും അടികൊള്ളാനും ജയിലിൽ പോകാനും വേണ്ട മറ്റേ നവകേരള സദസ്സിലുള്ള തലക്കടി കൊണ്ട് സംഭവം പോലും യൂത്ത് കോൺഗ്രസ്സുകാരൻ യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ KSU ആണെങ്കിലും ഒക്കെ ഇന്ന് KSUക്കാരെ കുറിച്ച് പറഞ്ഞത് നാളെ ഇനി യൂത്ത് കോൺഗ്രസ്സുകാരെ കൂടി പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ തന്നെ കാണുന്നുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ തലക്കടിച്ചവരെ അതായത് ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇന്നലെ അത് SIT റിപ്പോർട്ട് സമർപ്പിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷെ വീണ്ടും ഇയാളുടെ വിശദീകരണം തേടി പോയിട്ടുണ്ട്. ഇത് എത്ര ദിവസം കഴിയും വിശദീകരണം കിട്ടിയിട്ട് ഇതിനൊരു നടപടി എടുക്കാൻ എന്നുള്ളത് വേറൊരു ചോദ്യം. എന്താ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്ന് KSUവിനെതിരെ പറഞ്ഞു, അല്ലെങ്കിൽ നാളെ യൂത്ത് കോൺഗ്രസിനെതിരെ പറയുന്നു. എല്ലാം ഒരു ധാർഷ്ട്യത്തിന്റെ രൂപം തന്നെയല്ലേ വരുന്നത് എന്നാണ് ഞാൻ നോക്കുന്നത്.
തീർച്ചയായും ധാർഷ്ട്യത്തിന്റെ രൂപം തന്നെയാണ്. പ്രത്യേകിച്ച് KSU ആദ്യം ഒരു വിയോജിപ്പ് അറിയിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരമൊരു പ്രതികരണമായിരുന്നില്ല നടത്തേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന നടത്തേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് എങ്കിൽ അത് KSU കമ്മിറ്റിയുമായി വിളിച്ച് സംസാരിച്ച് ഒത്തുതീർപ്പാക്കേണ്ട വിഷയത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ KSU ഒരു രണ്ടാം തര രാഷ്ട്രീയം നടത്തുന്ന വിദ്യാർത്ഥി സംഘടനയായി ചിത്രീകരിക്കേണ്ട ആവശ്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല. കാര്യം സ്വന്തം പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ്. അവരെത്രത്തോളം അവർ ഒരു പണിയും എടുക്കാത്ത ഒരു സംഘടന അല്ല KSU എന്ന് പറയുന്നത്. KSU യൂത്ത് കോൺഗ്രസും കോൺഗ്രസിനപ്പുറത്തേക്ക് ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടത്തുന്നത് KSU യൂത്ത് കോൺഗ്രസുമാണ്. ഈ നേതാക്കളൊക്കെ അതിപ്പോ KSUവിന്റെ നേതാക്കളുണ്ട്, എന്നിരുന്നാൽ പോലും എടുത്തു പറയേണ്ടത് ഈ നേതാക്കളൊക്കെ വന്ന് സഭ അല്ലെങ്കിൽ വേദിയിലും പരിപാടികളിലും സംസാരിച്ചിട്ട് പോകുമ്പോൾ പോലീസിന്റെ മർദ്ദനവും തല്ലും വാങ്ങുന്നത് KSUവിന്റെ KSUവിന്റെ യൂത്ത് കോൺഗ്രസ് സാധാരണക്കാരായ പ്രവർത്തകരും കുട്ടികളുമാണ്. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മറന്നുപോയത്? ഒരു വശത്ത് പറയേണ്ട ഒരു കാര്യം, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരുപാട് KSU പ്രവർത്തകരെയൊക്കെ KSUവിന്റെ കമ്മിറ്റിയിലുള്ള സ്ഥാനാർത്ഥികളാക്കി. അന്ന് യുവാക്കളെ ഒപ്പം നിർത്തുന്ന കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ KSUവിനെ ചേർത്ത് പിടിച്ച കോൺഗ്രസ് എന്ന് പറഞ്ഞെടുത്ത് നിന്നാണ് അധികാരത്തിലേക്ക് എത്തുമ്പോൾ KSUവിന്റെ പ്രസ്താവനകളെ തള്ളിക്കളയുന്ന കോൺഗ്രസ് ആയി മാറിയത്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അധികാരത്തിലെത്തുന്നവരെ എല്ലാം ഓക്കെ ആയിരുന്നു, അധികാരത്തിലെത്തിയിട്ട് കുറച്ച് ദിവസവും ഓക്കെ ആയിരുന്നു. പക്ഷെ ചില കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഒരു മാറ്റം. കാരണം VD സതീശന്റെ തുടക്കത്തെ, അതായത് KSU അല്ലെങ്കിൽ കോൺഗ്രസ് എതിരായ അന്വേഷണങ്ങളും പിന്നെ പല കേസുകളിലും അട്ടിമറിക്കപ്പെട്ടു എന്ന് തോന്നിയതൊക്കെ പുനരന്വേഷണം നടത്താൻ അങ്ങനെയുള്ള പല നീക്കങ്ങളും നടത്തി എല്ലാത്തിലും അന്വേഷണത്തിന് ഉത്തരവിട്ടു, SIT നിയമിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ ചില കാര്യങ്ങളിൽ എത്തുമ്പോൾ മാത്രം KSUവിനെതിരെ അല്ലെങ്കിൽ ചില ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടത്തുന്ന രീതിയിലേക്ക് മാറുന്നു. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ചോദിക്കുമ്പോൾ, അത് മാത്രമല്ല, ഇത് ഇന്നലത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിലെ VD സതീശന്റെ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ വേദനിപ്പിക്കുന്നത് തന്നെയാണല്ലോ. ഓരോ KSU പ്രവർത്തകനും വേദനിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് വേദനിപ്പിക്കുന്നതാണ്. മറുവശത്ത് അവരെ കേൾക്കുന്നില്ല എന്ന്. ഭരണപക്ഷത്ത് എത്തുമ്പോഴും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ കിട്ടിയ അവഗണന തന്നെയാണ് KSU ഭരണപക്ഷത്തേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ് ഭരണപക്ഷത്തേക്ക് എത്തുമ്പോൾ KSUവിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. കാര്യം അവരെ അത്രത്തോളം പരിശ്രമിച്ച്, അവരും കൂടി പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഇവരിപ്പോ അധികാരത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് എടുത്തു പറയേണ്ട കാര്യം, പല ആളുകളും മുഖ്യമന്ത്രി KSUവിനെ മോശപ്പെടുത്തി പറഞ്ഞതല്ല എന്ന് ചാണ്ടിയുമ്മൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നു. എന്നാൽ പലരും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. വൈകാരികമായി പറയുമ്പോൾ KSUവിൽ നിന്ന് എല്ലാവരും അല്ല, ഇപ്പൊ ജിൻഡോ ജോണൊക്കെ അങ്ങനെ പ്രതികരിച്ചിട്ടുള്ളത് എന്ത് സംഭവം ഉണ്ടെങ്കിലും എന്ത് വിഷയത്തിലും തന്റെ നിലപാട് എന്താണോ താൻ ആ നിലപാടിൽ പ്രതികരിക്കുന്ന ആളുകളാണ്. പ്രത്യേകം പറയുന്നത് വെച്ചാൽ, ഞാൻ കോൺഗ്രസ്സുകാരനായത് എനിക്ക് പറയാനുള്ളത് പറയാനും, അത് മറ്റൊരു പാർട്ടിയാണെങ്കിൽ CPM-ലാണെങ്കിൽ അത് നടക്കില്ല, അല്ലെങ്കിൽ BJP-ലാണെങ്കിൽ അത് നടക്കില്ല, അപ്പൊ തന്നെ പുറത്താക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ സംസാരിക്കാൻ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, എതിർപ്പുണ്ടെങ്കിൽ എതിർപ്പ് പറയും, വിമർശിക്കാനുണ്ടെങ്കിൽ വിമർശിക്കും. അതുകൊണ്ടാണ് ഇതിലേക്ക് വന്നതെന്നൊക്കെ പറയും. അങ്ങനെ നിരവധി പേര് ഉണ്ട്. അതായത് കോൺഗ്രസിൽ നേതാക്കൾ തന്നെ പലരും അങ്ങനെ തന്നെയാണല്ലോ. പല സംഭവ വിവാദങ്ങളും വന്നപ്പോഴും തന്നെ പലരും മുന്നിട്ടിറങ്ങിയിട്ട് പറയുന്നുണ്ട്. സ്വാഭാവികമാണ്. പല ആളുകളും പറയുന്നുണ്ട്, ഒരു കുടുംബമാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അത് പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകണം. ശരിയാണ്. പക്ഷെ ഒരു മാധ്യമം അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊതുസഭയിൽ KSUവിനെ മോശമായി ചിത്രീകരിക്കേണ്ട ആവശ്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും KSUവിന് ഈ ഒരു വിഷയത്തിൽ ഒരു അതൃപ്തിയുണ്ട്. അത് കേസ് ആവർത്തിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവരിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല. അവരവർ പറഞ്ഞ നിലപാടിൽ. പിന്നെ ഞാൻ നെറുകേടുകൾക്കെതിരെ സംസാരിക്കുമ്പോൾ ധിക്കാരികളാണ് എങ്കിൽ ഞങ്ങൾ ധിക്കാരികളാണ് എന്നാണ് അലോഷി സേവ്യർ അടക്കം പറയുന്നത്. പിന്നെ അവർക്ക് വേറൊരു മാർഗമില്ല. എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം തോന്നുന്നത്, KSUവിന്റെ കാര്യം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നതും ഈ പാർട്ടിയുടെ ഒരു സ്നേഹം തോന്നുന്ന കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളാണ് ഭരണത്തിലിരിക്കുന്നത്, വേണമെങ്കിൽ മിണ്ടാതെ ഇരിക്കാമായിരുന്നു കേസിന്. SFIയുടെ നിലപാട് പോലെ ആയിരുന്നു ന്യായീകരിക്കാം. പിണറായി വിജയൻ LDF ഇരിക്കുമ്പോൾ പിണറായി വിജയൻ എന്ത് പറയുന്നു അത് ന്യായീകരിച്ച് അല്ലെങ്കിൽ അതിന് ക്യാപ്സ്യൂൾ ഇറക്കിയിട്ട് ഇങ്ങനെ പോവുക, നാണം കെടുക. ആ വിദ്യാർത്ഥി സംഘടനകൾ നമ്മൾ കണ്ടതാണ്. ഇടത് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ആ വിദ്യാർത്ഥി സംഘടനകൾ എടുത്ത നിലപാട്. എന്നാൽ സർക്കാർ പ്രതിസന്ധിയിലാകുന്നോ ഇല്ലയെന്ന് ഞങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. പിന്നെ തിരുവനന്തപുരം ലോ കോളേജ് പോലെയുള്ള സ്ഥലത്തൊക്കെ അക്രമ രാഷ്ട്രീയമാണ്. SFIക്ക് അല്ലെങ്കിൽ KSUവിന് അവിടെ യൂണിറ്റ് കമ്മിറ്റി ഇടുക, അതുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ അവർ അത്രത്തോളം കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന യൂണിറ്റ് കമ്മിറ്റി ആകട്ടെ, അത്തരം കാര്യങ്ങൾ അവരവിടെ KSU എന്ന് പറയുന്ന പാർട്ടി വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചവരെ എതിരെ അല്ലെങ്കിൽ ശ്രമിച്ചവരെ നാണം കെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പ്രതികരിക്കും. അത് സ്വാഭാവികമാണ്. ഇനി മറുവശത്തൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവർ KSU നേതാക്കളായിരുന്ന കാലം, അല്ലെങ്കിൽ ഇവരൊക്കെ KSUവിൽ നിന്ന് പ്രവർത്തിച്ച് എല്ലാവരും അല്ലെങ്കിൽ പോലും പലരും ഒരു 90% ആളുകളും KSUവിൽ നിന്ന് പ്രവർത്തിച്ച് പിന്നെ യൂത്ത് കോൺഗ്രസിൽ വന്ന് പിന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായി വന്നവരാണ്. അവരുണ്ടായിരുന്ന കാലത്തും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പറയേണ്ട കാര്യങ്ങൾ പറയണം. ജനാധിപത്യ പാർട്ടിയാണ്. മുഖ്യമന്ത്രിക്ക് പോലും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാകണം എന്ന് പോലും ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്ന രീതിയിലേക്കുള്ള ജനാധിപത്യമുള്ള ഒരു പാർട്ടിയിൽ
KSUക്കാർ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി അത് തള്ളിപ്പറയേണ്ട ആവശ്യമില്ല, മുഖ്യമന്ത്രി തിരുത്തുക തന്നെ വേണം. അല്ലെങ്കിൽ അലോഷി സേവ്യർ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ, പക്ഷെ കാര്യങ്ങൾ ഏറ്റവും മാതൃകാപരമായി തോന്നുന്ന കാര്യം എന്ന് പറയുന്നത്, അവർക്ക് വേണമെങ്കിൽ ഇത് വലിയൊരു വിവാദമാക്കാം കേസിന്. പക്ഷെ അലോഷി സേവ്യർ അടക്കമുള്ളവർ മുഖ്യമന്ത്രി കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഞങ്ങൾ തൃപ്തരല്ല എന്നറിയിക്കാം. കാണാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് നേരത്തെ KSU നേതാക്കൾ ആരൊക്കെ കണ്ടു, യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ മുഖ്യമന്ത്രിയെ കാണാൻ അനുവാദം ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും അലോഷി സേവ്യറിന് അനുവാദം കിട്ടിയിട്ടില്ല. പക്ഷെ അപ്പോഴും അലോഷി സേവ്യർ പറയുന്ന ഒരു കാര്യമുണ്ട്, തിരക്കുകൊണ്ടായിരിക്കും, ഞാൻ കാണും, ഞാൻ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക തന്നെ വേണം സോഷ്യൽ മീഡിയയിൽ. പക്ഷെ അവരൊരു പോരിലേക്ക് പോകുന്നില്ല. KSUവിന് വേണമെങ്കിൽ പല രീതിയിൽ ഈ വിഷയത്തെ വളച്ചൊടിക്കാം, മുഖ്യമന്ത്രിക്കെതിരെ തിരിക്കാം. ഒരു ഭരണകൂടത്തെ താഴെ ഇറക്കാൻ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് കഴിയില്ല എന്നൊക്കെ നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണ മാത്രമാണ്. വേണമെങ്കിൽ ശക്തമായ സമരങ്ങളിലൂടെ ഏത് ഭരണകൂടത്തെയും താഴെ ഇറക്കാൻ വിദ്യാർത്ഥി സംഘടനകൾക്ക് കഴിയും. അതിനുള്ള കെൽപ്പ് വിദ്യാർത്ഥി സംഘടനകൾ കൊണ്ടുതരാം. അത് നന്നായി അറിയാവുന്ന ആളാണല്ലോ മുഖ്യമന്ത്രി. അതെ അതെ. ഇതിലൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ KSUവിന്റെ ഇടയ്ക്കുണ്ട്, പിന്നെ മുഖ്യമന്ത്രിക്ക് ഇടയ്ക്കുണ്ട്, ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നൊക്കെ. പക്ഷെ ഇതിനുള്ളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി അതായത് VD സതീശൻ അധികാരത്തിൽ വരണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അത് പാർട്ടി നോക്കിയിട്ടൊന്നല്ല, അല്ലാത്തയും ഒരുപാട് ജനങ്ങളുണ്ട്. മലയാളികൾ അങ്ങനെയായിരുന്നു. ആരാണോ നല്ലതെന്ന് തോന്നുന്നവരെ അവർ പിന്തുണയ്ക്കും. അങ്ങനെ ഈ മറ്റു പലരും മുഖ്യമന്ത്രി ആവുന്നു തോന്നിപ്പോക്കെ VD സതീശന് പിന്തുണ നൽകി കൊടുത്ത് കുറെ പേരുണ്ട്. നമുക്കൊക്കെ അറിയുന്നവർ തന്നെ എല്ലാവരും VD സതീശൻ വരണം എന്നൊക്കെ നമ്മൾ തന്നെ പലയിടത്തും പബ്ലിക് റെസ്പോൺസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു VD സതീശൻ. അപ്പൊ ഇങ്ങനെ വന്ന് 1.5 മാസം 2 മാസം ആകുമ്പോഴേക്ക് ഇങ്ങനെയുള്ള പല ഒരു വിമർശനങ്ങൾ നേരിടുന്നു, വാക്കുകളിൽ ധാർഷ്ട്യത്തിന്റെ സ്വരം വരുന്നു, അങ്ങനെയുള്ള പല സംസാരവും താൻ മാത്രം മതി, താൻ പറയുന്നതാണ് ശരി എന്നുള്ളൊരു രീതിയിലേക്കൊക്കെ വരുമ്പോൾ ഈ ജനങ്ങൾക്കുണ്ടാവുന്ന ഒരു വേദനയുണ്ട്, അല്ലെങ്കിൽ വിഷമമുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചത് ആ കാര്യത്തിലേക്കല്ലല്ലോ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് തെറ്റ് പറ്റിയോ എന്നൊരു ചോദ്യം വരില്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അല്ല, ചിലപ്പോ അങ്ങനെയും അത് നമുക്ക് പറയാനാകില്ല. ഒരു സർക്കാരിനെയും വിലയിരുത്താനുള്ള കാലമായിട്ടില്ല. ചിലപ്പോൾ ഇദ്ദേഹത്തിന് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തിന് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് മന്ത്രി പോലും ആയിരുന്നില്ല, MLA മാത്രമായിരുന്നു ഇദ്ദേഹം. ഈ പറയുന്ന പോലെ സംഘടന KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഒന്നും സംസ്ഥാന പ്രസിഡന്റ് ഒന്നും അല്ല. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന് ഒരു ചെറിയ കാര്യങ്ങളുടെ ഒരു അറിവിന്റെ കുറവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം അതുകൊണ്ടാണ് ഇത്തരം നിലപാടുകൾ എടുക്കുന്നത്. ഇനി മറുവശത്ത് മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി രമേശ് ചെന്നിത്തല ആയിരുന്നുവെങ്കിൽ ഈ വിഷയങ്ങൾ ഇത്രത്തോളം വഷളാകാതെ കൊണ്ടു, പ്രത്യേകിച്ച് KSU പോലെ. അത് ഞാൻ എടുത്തു പറയുന്നത്, ഒന്നാമത് അദ്ദേഹത്തിന്റെ പ്രായം, എക്സ്പീരിയൻസ്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് KSUവിൽ അത്രത്തോളം കൊടി പിടിച്ച് അടികൊണ്ട് വന്നവരാരും KSUവിനെ തള്ളിപ്പറയില്ല. കാര്യം ആ പാർട്ടിയോടുള്ള ഭയമല്ല, ഞങ്ങൾ വന്നത് ഇതുപോലെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവും ബോധവുമാണ്. ആ ബോധം ഇദ്ദേഹത്തിന് ഇല്ല എന്നല്ല. പക്ഷെ പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞ പോലെ മന്ത്രിയായിട്ടില്ലാത്ത ഒരാൾ പെട്ടെന്ന് മുഖ്യമന്ത്രി ആയതിന്റെ ഒരു പ്രശ്നമായിരിക്കാം. ഒരു മാസം, അല്ലെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 1, 2, 3 മാസം കൊണ്ട് ഒരു സർക്കാരിനെയും വിലയിരുത്താനാകില്ല. കാര്യം ആദ്യത്തെ 15 ദിവസം, സർക്കാർ അധികാരത്തിലേറിയ ആദ്യത്തെ 15 ദിവസം മികച്ച സർക്കാരാണെന്ന് പറയുകയും പിന്നീടല്ലേ വിവാദങ്ങൾ ഉണ്ടാവുന്നത്. ഇതൊക്കെ പറയുന്നത് അതിനകത്ത് സർക്കാർ എടുക്കേണ്ട നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളും അധികാരത്തിൽ എടുക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 1.5 മാസം കൊണ്ട് വിലയിരുത്താൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് പറയുന്നത് വാർത്താ സമ്മേളനത്തിൽ നടത്തുന്ന അതായത് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ, അതായത് വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെ പറയുമ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസാരം മാറ്റി, അതിനൊന്നും പ്രത്യേകിച്ച് അധികാരം അല്ലെങ്കിൽ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഒന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അതൊക്കെ ഞാൻ പറയുന്നത് ചേട്ടാ അങ്ങനെയല്ല, തിരുത്താമല്ലോ. കാര്യം മുതിർന്ന നേതാക്കളടക്കം നിരന്തരമായി, ഞാൻ അങ്ങനെ ഉണ്ടാകുമെന്നല്ല, നിരന്തരമായി പറയുകയാണ് VD സതീശൻ പോകുന്ന രീതി ഒരു ഏകാധിപത്യത്തിന്റെ സ്വരമാണ്, അത് CPMന്റെ രീതിയാണ്, ഈ രീതി നമുക്ക് കോൺഗ്രസിന് വേണ്ട എന്നൊക്കെ നിരന്തരം അവർ പറയുകയാണെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹം തിരുത്തേണ്ട ഒരു സാഹചര്യം വരും, തിരുത്തുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, എക്സ്പീരിയൻസ് ഇല്ലാത്ത നമ്മൾ സംസാരിക്കുമ്പോൾ. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെയൊക്കെ എടുത്താൽ, കോൺഗ്രസിന്റെ മന്ത്രിമാര് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ എടുത്താൽ അവർക്കൊരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ നിന്ന് വ്യത്യസ്തനാണ് VD സതീശൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഉമ്മൻചാണ്ടി എടുത്താൽ ഉമ്മൻചാണ്ടിയുടെ ശൈലിയല്ല ഇവർക്കാർക്കും. അതേപോലെ രമേശ് ചെന്നിത്തല എടുത്താൽ രമേശ് ചെന്നിത്തലയുടെ ശൈലിയല്ല VD സതീശൻ. ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ശൈലി ഫോളോ ചെയ്യുന്ന ആളാണ് VD സതീശൻ. ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടാൻ, നമ്മൾ അദ്ദേഹം കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും, സങ്കടം വന്നാൽ സങ്കടം വരും, അല്ലെങ്കിൽ കരയാൻ, അങ്ങനെ തമാശ കേട്ടാൽ ഞാൻ ചിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഓക്കെ, അവരൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, ഇതിപ്പോ മാധ്യമപ്രവർത്തകരോട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാ പത്രസമ്മേളനത്തിലും മാധ്യമപ്രവർത്തകർക്കെതിരെ തട്ടിക്കയറുന്ന ഒരു രീതി ഉണ്ടാവും. എന്ത് ചോദ്യം ചോദിക്കുമ്പോഴും അത് നിങ്ങൾക്ക് അതായിരിക്കും പരിപാടി, നിങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത്, അതിനു വേണ്ടിയാണ് നിങ്ങൾ വാർത്ത എഴുതുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ വാർത്ത. ചിലപ്പം ഓരോരുത്തർ മാധ്യമത്തിൽ ഇപ്പൊ കൈരളിക്കും ദേശാഭിമാനിക്കും അങ്ങനെയുള്ള ചാനലുകൾക്ക് ഒക്കെ ഓരോ ഇതുണ്ടാവും, അല്ലെങ്കിൽ ജനം TVക്കോ ജന്മഭൂമിക്കോ അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ടാവും.
പക്ഷെ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും അവർ ചോദിക്കുക. അപ്പൊ അതിനനുസരിച്ചുള്ള ഉത്തരം മറുപടി പറയുക അല്ലാതെ ഇതിപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം, അങ്ങനെ ഉദ്ദേശം എന്താണെന്ന് അറിയാം, അത് എല്ലാവർക്കും ചോദിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ, നിങ്ങൾ എനിക്ക് കൂടുതൽ ചോദിക്കണ്ട എന്നൊക്കെ പറയുന്ന രീതിയൊന്നും ശരിയല്ല. പല വിഷയങ്ങളിലും ഉത്തരങ്ങളില്ലാതെ വരുമ്പോഴാണ് നമ്മളായാലും അങ്ങനെയാണ്. നമ്മൾ ഒന്നെങ്കിൽ മൗനം സൈലന്റ് ആവുക അല്ലെങ്കിൽ ദേഷ്യപ്പെടുക. മുഖ്യമന്ത്രി ആയതുകൊണ്ട് സൈലന്റ് ആവുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പോൾ തട്ടിക്കയറുക എന്നുള്ളത് മാത്രമാണ് ഒരു ഓപ്ഷൻ അദ്ദേഹത്തിന് മുന്നിലുള്ളത്. പിന്നീട് കൈരളിയും ദേശാഭിമാനിയും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണെന്നൊരു എനിക്കൊരു അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. പലപ്പോഴും ആ ചോദ്യങ്ങളെ ഇഗ്നോർ ചെയ്ത് വിടേണ്ടതായി തന്നെ വരും. പിന്നെ എല്ലാവർക്കും ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഇല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് എല്ലാം 10 വർഷം ഭരിച്ച പിണറായി വിജയൻ വെച്ച് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, 10 വർഷം ഭരിച്ച പിണറായി വിജയൻ എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു എന്നും വേണമെങ്കിലും ചോദിക്കാം. കാര്യം അങ്ങനെയുള്ള ഏത് വിഷയം എടുത്താലും ഇത്രയും വകുപ്പുകൾ പിണറായി വിജയൻ ഭരിച്ചിട്ടില്ല എന്ന് ചോദിക്കുന്നിടത്ത് അദ്ദേഹത്തിന് പിണറായി വിജയനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ ഈ വിഷയത്തിൽ തടി വരാനൊക്കെ കഴിയും. അദ്ദേഹത്തിന് തടി വരാം, പക്ഷെ ജനങ്ങളുടെ മുന്നിൽ അത് ജനങ്ങൾക്ക് അപ്പോഴും ചോദ്യം ഉണ്ടാകുന്ന വെച്ചാൽ അങ്ങനെയാണെങ്കിൽ 10 വർഷം ഭരിച്ച പിണറായി വിജയൻ തന്നെ അത് തന്നെ തുടരാനല്ലല്ലോ പിന്നെ അതിപ്പോ ഒരു വശത്തുനിന്ന് അത്തരം സ്വരങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. പിന്നെ ഒരു പ്രതീക്ഷയുള്ളതെന്ന് വെച്ചാൽ നിരന്തരമായി ഇത്തരം വിവാദങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഹൈക്കമാൻഡ് ഇടപെടും. പിന്നെ കോൺഗ്രസ് ആണ്, ഒരാൾ മന്ത്രിസ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനം പോലും രാജിവെക്കാൻ നിമിഷ നേരങ്ങൾ മതി. ഹൈക്കമാൻഡിന്റെ ഒരു നിയന്ത്രണം എപ്പോഴും ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും അത്തരത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഹൈക്കമാൻഡിന്റെ നിരീക്ഷണത്തിലാണല്ലോ എന്തായാലും ഇതൊക്കെ വളരെ കാര്യം പത്രസമ്മേളനം നടത്തുമ്പോൾ വാർത്താ സമ്മേളനം വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മാത്രമല്ല കോൺഗ്രസിൽ തന്നെ മുഖ്യമന്ത്രി ആവാൻ നിരവധി പേര് കൊടികെട്ടി ഇറങ്ങിയ ആൾക്കാരാണ്, അല്ലെങ്കിൽ മുണ്ടോട് മുറുക്കി ഇറങ്ങിയ ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊക്കെ അവർക്കൊരു അവസരത്തിന് കൊടുക്കുന്ന ഒരു സാധ്യതയാണ്. ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത്, അത് നടന്നതും. അപ്പൊ അതുകൊണ്ട് തരത്തിൽ സതീശന്റെ കയ്യിൽ നിന്ന് പാളുകയാണ് എങ്കിൽ അത് ഗുണമാകാൻ പോകുന്നത് ഒരിക്കലും LDF-നോ CPM-നോ ആണെന്ന് ഞാൻ പറയുന്നില്ല, KC വേണുഗോപാലിനോ രമേശ് ചെന്നിത്തലയ്ക്കാണ്. കാര്യം KC വേണുഗോപാൽ ഇനി അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിനകം വെച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ മത്സരിക്കാതിരുന്നാൽ വേണമെങ്കിൽ മന്ത്രിയാകണം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാര്യം വി ഡി സതീശൻ ഒരു പരാജയമാണെന്ന് വരുത്തി തീർത്താൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പോകണം അദ്ദേഹത്തിന് പറയാം. മറുവശത്ത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല അനാവശ്യം ഇപ്പൊ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ മാത്രമാണ് രമേശ് ചെന്നിത്തലക്കെതിരെ 1-2 ആരോപണങ്ങളും പുകമറകളും ഉള്ളത്. തീരാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ എല്ലാ വിഷയത്തിലും രമേശ് ചെന്നിത്തല വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഈ മൗനമായി ഇരിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ അതിബുദ്ധിയാണോ എന്ന് നമുക്കറിയില്ല. കാര്യം പാർട്ടി കോൺഗ്രസ് ആണ്, അവർക്കറിയാം എവിടെ വെട്ടണമെന്നും. വളർത്തുന്നതിനേക്കാൾ കൂടുതൽ വെട്ടുന്ന രാഷ്ട്രീയം അറിയാവുന്ന പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള കളിയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിലൊക്കെ ഒരു കാര്യം, അതായത് അവരൊക്കെ മുഖ്യമന്ത്രി മോഹികളായിട്ടുണ്ടായിരുന്നു പലരും. പക്ഷെ അപ്പോ ഒക്കെ ജനങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വി ഡി സതീശനാണെന്നുള്ളത് കൊണ്ട് ഹൈക്കമാൻഡ് അത് മനസ്സിലാക്കി മുഖ്യമന്ത്രിയാക്കി വി ഡി സതീശൻ. ഈ വി ഡി സതീശൻ തന്നെയാണ് ഈ ഇതൊക്കെ ഉണ്ടാക്കുന്നുള്ളത്. വി ഡി സതീശന്റെ വാക്കുകളിലാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ വിവാദങ്ങൾക്കൊക്കെ കാരണമാകുന്നത് എന്നുള്ളൊരു കാരണം. അല്ലാതെ ഈ മറ്റുള്ളവരല്ല, എതിർ നിന്ന ആൾക്കാരല്ല ഇതിനകത്ത്. വി ഡി സതീശന്റെ പെരുമാറ്റവും അല്ലെങ്കിൽ സംസാരവും ഒക്കെയാണ് ഇതിനൊരു പ്രശ്നം. ഇനി കൂടുതൽ ഇങ്ങനെയൊന്നും സംഭവിക്കാതെ ഇത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു ജനങ്ങൾക്ക് ഓരോ പ്രതീക്ഷയുണ്ട്, അത് പിന്നെ അതൊരു നെഗറ്റീവായിട്ട് വരാതിരിക്കട്ടെ, പുള്ളി ഇതൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്യുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി നമുക്കൊന്ന് കാണാം.